അതെ, ഭാര്യ ഭർത്താക്കന്മാരോട് വഴക്ക് പിടിച്ചു കഴിഞ്ഞാലേ എല്ലാ ഭാര്യമാർക്കും പറയാനുള്ള 5 കാര്യങ്ങളുണ്ട്. അറിയോ? നമുക്ക് 5 തുടങ്ങാം. ഇതാ കേട്ടോ നമുക്ക്. ഞാനായതുകൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചു പോകുന്നു. വേറെ വല്ലതും പെണ്ണുങ്ങളായിരുന്നെങ്കിലേ പണ്ടേക്ക് വേണ്ട ഡിവോഴ്സും വാങ്ങി അവരവരുടെ വാർഡ് നോക്കി പോയേനെ. അതെ, ഇനി 4-മത്തെ ഒന്ന് കേട്ടു നോക്കിയേ. ഞാൻ ഉള്ളപ്പോഴേ എൻ്റെ വില അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് പോകണം, അന്നേരത്തേക്കും എൻ്റെ വില അറിയാൻ പറ്റും. ഓരോ കാര്യം ചെയ്യാൻ നിങ്ങൾ ഇവിടെ കിടന്ന് ഇക്ഷ ഇണ്ണ ഇക്ക ഇച്ച ഇട്ട ഇത്ത ഇപ്പൊക്കെ വരയ്ക്കും. അന്നേരം നിങ്ങൾ എൻ്റെ വില അറിയും. ഇനി 3-മത്തത്. ബിസിനസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞോണ്ടേ എൻ്റെ സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതാ ഇപ്പം കൊണ്ടുതരാം, അന്ന് ഒരാഴ്ചക്കൊക്കെ ലാഭം കിട്ടും, ഇപ്പം കൊണ്ടുതരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതാ. ഇത് വർഷം 2 ആകാൻ പോകുന്നു. ഇത്രയും നാളായിട്ട് തനങ്ങിട്ടില്ലല്ലോ. എനിക്കിന്ന് വൈകുന്നേരത്തിനകം എൻ്റെ സ്വർണം കിട്ടിയില്ലല്ലോ എൻ്റെ വിവരം അറിയാൻ പോകുന്നത്. അതെ, ഇനി 2-മത്തെ ഒന്ന് നോക്കിയേ. 7 ജന്മം തപസ്സിരുന്നാൽ നിങ്ങൾക്ക് എന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ കിട്ടുമോ? നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിലെങ്ങാണ്ട് ചെയ്ത് പുണ്യോ കാരണം എന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടിയത്. നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ വില അറിയത്തില്ല. ഇനി 1-മത്തത്. അതല്ലയോ അനക്കായ രസം. അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. അതുകൂടെ ഒന്ന് കേട്ടു നോക്ക്. എത്ര നല്ല ആലോചന വന്നാൽ എനിക്കെന്നറിയാവോ? ഞാൻ എന്നിട്ട് അതൊന്നും വേണ്ട, ഇത് ഒറ്റയെണ്ണം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നത്. എൻ്റെ വിധി നല്ലത് എന്തോ പറയാൻ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ? പറഞ്ഞിട്ട് എന്തോ കാര്യം പറ്റിപ്പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടുകളിൽ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? ഇതിനൊക്കെ നമ്മൾ എന്തോ മറുപടി പറയാനാ? വിധി അല്ല എന്തുവാ? അവരുടെ വിധിയല്ല, നമ്മുടെ വിധി.